കരിയർ കണക്കിലേക്ക് ഒരുപാടധികം ചോദ്യങ്ങൾ ദിനേന കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാരൻസ് ആണ് കൂടുതൽ ചോദിക്കാറുള്ളത്. ഇന്നും ഒരു പാരന്റിന്റെ ചോദ്യമാണ്. ബാംഗ്ലൂരിൽ നിന്നുള്ള അജീഷ് എന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: മോള് +2 ഇപ്പോൾ ഉള്ളത്. JEE, നീറ്റ്, IIT, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള പരീക്ഷകൾക്ക് ആൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മറ്റേതൊക്കെ പരീക്ഷകളാണ് അപേക്ഷ സമർപ്പിക്കാൻ സമയമായിട്ടുള്ളത്? കുറച്ചുകൂടെ സയൻസ്, പ്യുവർ സയൻസ്, റിസർച്ച് ഓറിയന്റഡ് ആയിട്ടൊക്കെ പോകാനാണ് മോൾക്ക് താല്പര്യം എന്ന് പറയുന്നുണ്ട്. അതിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 പരീക്ഷകൾ, ഒന്ന് നെസ്റ്റ് എന്ന് പറയുന്ന നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷയാണ്. നെസ്റ്റ് എക്സാമിനേഷൻ വഴി നൈസർ ഭുവനേശ്വറിലേക്കുള്ള അഡ്മിഷനാണ് നമുക്ക് കിട്ടുന്നത്. നൈസർ ഭുവനേശ്വറിൽ 200 സീറ്റുകളുണ്ട്. 200 സീറ്റുകളിൽ പ്രധാനമായിട്ടുള്ളത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. 5 വർഷത്തെ BSc, MSc, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലുള്ള ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. മാത്രമല്ല നെസ്റ്റ് എക്സാമിനേഷൻ വഴി യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിക്ക് കീഴിലുള്ള സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമുണ്ട്. 57 സീറ്റുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ നൈസറും ഐസറും തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ നമ്മുടെ എക്സാം ബൈ ലേണിംഗ് യൂട്യൂബ് ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നീറ്റിനെ കുറിച്ചും JEE കുറിച്ചും IIT കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഉണ്ട്. നമ്മുടെ കരിയർ കണക്കിൽ തന്നെ എപ്പിസോഡ് 18ലും 22ലും IIT എക്സാമിനേഷൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ട് എങ്കിൽ ആ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യാം. കരിയർ കണക്കിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു പരീക്ഷ, അപ്പോൾ നെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. നെസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്നുള്ളത് ആൾറെഡി അപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞു. മെയ് മാസം 9-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. എക്സാം നടക്കുന്നത് ജൂൺ 22-ാം തീയതി ഞായറാഴ്ചയാണ്. രണ്ടാമത്തെ പരീക്ഷ UGEE എന്ന് പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന പരീക്ഷയാണ്. ഇതിലൂടെ ഇന്ത്യയിലെ ഒരു പ്രീമിയർ സ്ഥാപനമായിട്ടുള്ള ട്രിപ്പിൾ ഐ ടികളിലേക്കുള്ള പ്രവേശനമാണ് UGEE സാധ്യമാകുന്നത്. UGEE വഴി പറഞ്ഞ പോലെ തന്നെ ട്രിപ്പിൾ ഐ ടി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിലേക്കും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിനൊക്കെ പേര് കേട്ടിട്ടുള്ളൊരു സ്ഥാപനമാണ്. ട്രിപ്പിൾ ഐ ടി ഹൈദരാബാദിനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. 7 വഴികളിലൂടെ ട്രിപ്പിൾ ഐ ടി ഹൈദരാബാദിൽ എത്താൻ സാധിക്കും. അതിലൊരു വഴിയാണ്, പ്രധാനപ്പെട്ട ഒരു വഴിയാണ് UGEE എന്നുള്ളത്. +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്ട്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. BTech അതുപോലെ തന്നെ MS റിസർച്ച് പ്രോഗ്രാമുകളാണ് കൂടുതലായിട്ടും ഈ പറഞ്ഞ ട്രിപ്പിൾ ഐ ടികളിലുള്ളത്. അവിടുത്തെ അപ്ലിക്കേഷൻ ആൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്ലിക്കേഷൻ പോർട്ടൽ ക്ലോസ് ചെയ്യുന്നത് മാർച്ച് മാസം 23-ാം തീയതിയാണ്. എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത് ഏപ്രിൽ 19-ാം തീയതിയാണ്. അപ്പോൾ ഇനി ഉള്ള ഒരുപാടധികം എക്സാമുകളുടെ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റുകൾ, എൻട്രൻസ് എക്സാമിനേഷൻസ് ഡേറ്റുകളൊക്കെ നിർബന്ധമായിട്ടും പാരൻസും സ്റ്റുഡൻസും നോട്ട് ചെയ്യുക. നമ്മുടെ കരിയർ കണക്റ്റിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്, അതിലും നമ്മൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലും നിങ്ങൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേരളത്തിൽ വ്യത്യസ്ത എക്സാം സെൻറ്റേഴ്സ് നമുക്ക് നോക്കാം. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഇവിടങ്ങളിലൊക്കെയാണ് UGEE എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉള്ളത്. നെസ്റ്റ് എക്സാമിനേഷൻ ആണെങ്കിൽ എല്ലാ ജില്ലകളിലും ഒരു സെൻറ്റർ വീതം കേരളത്തിലുണ്ട് എന്നുള്ളതുകൂടെ നിങ്ങൾ അറിയിക്കാം. ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും +2 കഴിഞ്ഞ് സയൻസ്, റിസർച്ച് മേഖലയിലൊക്കെ പോകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കരിയർ സംശയങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലൂടെ അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ സബ്മിറ്റ് യുവർ ക്വറീസ് എന്ന് കാണുന്ന ലിങ്കിലോ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡുകളിൽ അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. 6 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ സയൻസ്, മാത്സ് വിഷയങ്ങളിൽ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എക്സാം ബൈ ലേണിംഗ് ഒരുക്കുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മക്കൾക്ക് ഭാഗമാകാം. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്